ഇനി പൊടിപൂരം. പ്രധാന വാർത്തകൾ. പൂരലഹരിയിൽ ആറാടി തൃശൂർ. പതിനായിരങ്ങളെ സാക്ഷിയാക്കി നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുര നട തുറന്നു. തൃശൂരിന്റെ മണ്ണും മനസ്സുമിനി പൂരാവേശത്തിന് സ്വന്തം. കെ ശൈലജ ടീച്ചർക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ നടപടി തുടരുന്നു. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 4 കേസുകൾ. 2 യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ ഇന്നും കേസെടുത്തു. സൈബർ ആക്രമണം കെ ശൈലജ ജയിച്ചതിന്റെ തെളിവെന്ന് സീതാറാം യെച്ചൂരി. കോൺഗ്രസ് നടപടി രാഷ്ട്രീയ സംസ്കാരത്തിന് യോജിച്ചതല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി. കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദിനെതിരെ വിദ്വേഷ പ്രസംഗത്തിന് കേസ്. ചിലപ്പം നമുക്ക് പറയാൻ പറ്റില്ല, പള്ളി മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യാനി പള്ളിയായാലും അതുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവില്ല. നമുക്കറിയാം ഇപ്പം എന്തെല്ലാം നടക്കുന്നത് ഉത്തരഭാരതത്തിൽ. ഗ്യാൻ ബാപ്പിയുടെ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പം ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. മതവിദ്വേഷം സൃഷ്ടിക്കുന്ന രീതിയിൽ സംസാരിച്ചെന്ന പരാതി. തിരുവനന്തപുരം സ്വദേശിയുടെ പരാതിയിൽ കേസെടുത്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ്. വി.ഡി. സതീശനെതിരായ കോഴയാരോപണത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ഹർജി തള്ളി. നടപടി തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേത്. തെളിവുകളില്ലെന്ന് കോടതി. അസപ്പടി കേസിൽ ചോദ്യം ചെയ്യൽ തുടരുന്നു. CMRL ഉദ്യോഗസ്ഥർ ഇഡിക്ക് മുന്നിൽ. ഹാജരായത് പി സുരേഷ് കുമാറും വസുദേവനും. IPL-ൽ ഇന്ന് പഞ്ചാബ് മുംബൈ പോരാട്ടം. വിജയവഴിയിൽ തിരിച്ചെത്താൻ ലക്ഷ്യമിട്ട ടീമുകൾ. മത്സരം രാത്രി 7:30 മൊഹാലിയിൽ.